Good morning. Good morning. Good morning. അങ്ങനെ രാവിലെ എൻ്റെ കുളിയും ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിന് വേണ്ട നമ്മുടെ തേജൂട്ടൻ ഉണർന്നു വന്നു. അങ്ങനെ പിന്നെ നേരെ അവനെ എടുത്ത് കുറച്ച് നേരം ഹാളിലൊക്കെ കൊണ്ടുവന്നിരുന്ന് അത് കഴിഞ്ഞ് അമ്മയുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് വിചാരിച്ചു എന്തായാലും രാവിലെ കുളിച്ചല്ലോ, അപ്പോൾ പിന്നെ ഒന്ന് ഒരുങ്ങി നിൽക്കുകയാണ്. അങ്ങനെ പിന്നെ ആദ്യം തന്നെ കുറച്ച് മോയ്സ്ചറൈസർ എടുത്ത് തേച്ചു. പിന്നെ വേണ്ട ഈ ഒരു സൺസ്ക്രീൻ എനിക്ക് തോന്നുന്നു ഞാൻ 2 വർഷം കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. നല്ലൊരു സൺസ്ക്രീനാണ്. ഡോക്ടർ ഷത്തിൻ്റെ തന്നെ വൈറ്റമിൻ സി സെറാമൈഡിൻ്റെ ആണ്. നല്ലതാണ്. ഇടുമ്പോൾ തന്നെ അത്യാവശ്യം പെട്ടെന്ന് ബ്ലെൻഡായി പോവുകയും ഇടുമ്പോൾ തന്നെ ഒരു നാച്ചുറൽ ഗ്ലോ വരികയും ചെയ്യും. അത്യാവശ്യം നല്ലതാണ്. SPF ഒക്കെ ഉള്ളതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ലിപ് ബാം തേച്ചു. പിന്നെ ഇതേണ്ട ഈ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മാഴ്സിൻ്റെയാണ്, ബ്രൗൺ ഷെയ്ഡാണ്. ഇടുമ്പോൾ തന്നെ കണ്ടോ നല്ല ഇട്ട് കഴിയുമ്പോൾ തന്നെ നല്ല ഫേസ് ബ്രൈറ്റ് ആയിട്ടിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ നേരെ മുടിയിലോട്ട് പണിയാന്ന് വെച്ചു. പ്രത്യേകിച്ച് എനിക്ക് വലിയ ഹെയർ സ്റ്റൈലൊന്നും അറിയത്തില്ല. ഒന്നെങ്കിൽ ബാക്കിലോട്ട് എല്ലാം കൂടെ എടുത്ത് പോണിറ്റെയിൽ ഇട്ടു. അപ്പോൾ എന്നും ആ ഒരു രീതിയാണ്. ഇന്ന് വിചാരിച്ചു നടക്കുന്ന വകുപ്പൊക്കെ ഇട്ട് പണ്ടത്തെ ഒരു ഹെയർ സ്റ്റൈൽ പിടിക്കാമെന്ന്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇങ്ങനെയായിട്ട് മുടി കെട്ടുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇവിടെ ഒരാൾ വേണ്ട സെറ്റിയിലിരിക്കുന്നത്. ഇത് അച്ഛൻ്റെ സ്ഥിരം പരിപാടിയാണ്, തേജൂട്ടനെ ഇങ്ങനെ പിടിച്ച് സെറ്റിലിരുത്തുന്നത്. അങ്ങനെ അവരതൊക്കെ ചെയ്യട്ടെ. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഈ ഒരു സമയം കൊണ്ട് തേജൂട്ടനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കാമെന്ന്. അപ്പം ഇന്ന് ബനാന പൗഡറും പിന്നെ നട്ട്സ് ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് കുറുക്കി ഇങ്ങനെ കൊടുക്കും. അതിഷ്ടമാണ്, കഴിച്ചോളൂ. അപ്പോൾ ഈ ഇത്രയും ഒരു കൺസിസ്റ്റൻസിയിലാണ് ആക്കുന്നത്. ഒരുപാട് തിക്കും ആക്കത്തില്ല, ഒരുപാട് അത് വെള്ളം പോലെ ആക്കത്തില്ല. അങ്ങനെ അതൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിന് വേണ്ട ഇവിടെ 2 പേര് വന്നു, പൈങ്കിളി അപ്പയും കൂടെ. അങ്ങനെ പിന്നെ നേരെ തേജൂട്ടൻ അപ്പയുടെ അടുത്തോട്ട് ചാടി. അങ്ങനെ കുറേ നേരം ഇവിടെ കിടന്ന് ചേച്ചിയായിട്ട് കളിയും ബഹളമൊക്കെ കഴിഞ്ഞപ്പോൾ ക്ഷീണിച്ച് ആൾ ഉറങ്ങി. പിന്നെ അപ്പ അവിടെ എല്ലാം എടുത്ത് നടത്തി ഒന്ന് ഉറക്കി കഴിഞ്ഞ് ഉറങ്ങി എന്ന് കൺഫേം ആക്കിയപ്പോൾ നമ്മൾ ഇതുപോലെ കൊണ്ട് കട്ടിലേലും കിടത്തി അവിടെ കിടന്ന് ഇനി സുഖമായിട്ട് ഉറങ്ങട്ടെ. അപ്പോൾ പുറത്ത് നല്ല മഴയുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ വേണ്ട ഇവിടെ ഒരാൾ എന്തൊക്കെയോ കഴിച്ചിട്ട് വന്ന് കാര്യമായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോഴാണ് പൈങ്കിളി പതിവില്ലാതെ ഒരു ആഗ്രഹം പറഞ്ഞത്. മഴ പെയ്യുന്നത് കണ്ടപ്പോൾ അവൾക്ക് വെള്ളം ഉണ്ടാക്കിയിട്ട് ഇതുപോലെ വെള്ളത്തിലൂടെ ഒഴുക്കി വിടണമെന്ന്. അപ്പോൾ പിന്നെ കേട്ട പാടെ വേണ്ട അപ്പയും അമ്മയും കൂടെ പേപ്പറൊക്കെ എടുത്തിട്ട് വെള്ളം ഉണ്ടാക്കുക എന്നുള്ള മത്സരമാണ്. ഇവിടെ ഒരാൾ ഉണ്ടാക്കുന്നുണ്ട്, അപ്പുറത്ത് ഒരാൾ അപ്പുറത്തിരുന്ന് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ വേഗം വെള്ളമൊക്കെ ഉണ്ടാക്കി അങ്ങനെ പിന്നെ വേഗം 2 പേരോട് അവിടെ തകർത്തിരുന്ന് വെള്ളം ഉണ്ടാക്കുന്ന മത്സരമാണ്. ഇവിടെ ഒരാളാണെങ്കിൽ എക്സൈറ്റ്മെൻറ്റോട് ഇങ്ങനെ ഇരിക്കുകയാണ് മഴയത്ത് കൊണ്ട് ഇത് ഒഴുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ മഴ ഒന്ന് ചെറുതായിട്ടൊന്ന് തോർന്നപ്പോഴത്തേക്കിന് വേണ്ട അവളെ കൊണ്ട് വെള്ളത്തിൽ കൂടി ഇങ്ങനെ ഒഴുക്കി വിടുകയാണ്. നല്ല രസമുണ്ടായിരുന്നത് ഇങ്ങനെ വരുന്ന കാണാൻ. പിന്നെ മഴ ഒന്ന് നിന്നപ്പോഴത്തേക്കിന് അവർ പിന്നെ പോവാമെന്നും പറഞ്ഞിട്ട് ഇറങ്ങി പോവാൻ. പിന്നെ ഞാനും തേജുട്ടനും പിന്നെ നേരെ റൂമിലോട്ട് വന്ന് അങ്ങനെ കുറേ കളിപ്പാട്ടമൊക്കെ എടുത്തിട്ട് കൊടുത്ത് അവിടെ കിടന്ന് കളിക്കട്ടെ എന്ന് വെച്ച്. കാരണം അവർ പോകുന്നതിന് തൊട്ട് മുന്നാണ് അവ ഉണർന്നത്. അപ്പോൾ ഇനി ഇപ്പോഴും ഉറങ്ങുന്ന വലിയ ലക്ഷണമൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് കുറേ കളിപ്പാട്ടമൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ ഇനി അവിടെ കിടന്ന് അവനെ കളിപ്പിക്കണം. ഇല്ലെങ്കിൽ ചെറുതായിട്ട് കരച്ചിൽ അലമ്പൊക്കെ ആക്കും. അപ്പോൾ ഇനി എന്തായാലും എനിക്കിനി ഉറങ്ങാൻ പറ്റത്തില്ല. ഇനി ഇവിടെ കൂടെ ഇരുന്നേ പറ്റൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ അത്രയേ ഉള്ളൂ. ബൈ.